ചൂടാക്കുമ്പോൾ സ്റ്റെബിലിറ്റി നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യ എണ്ണയും കൂടിയാണ് വെളിച്ചെണ്ണ. 1, 2, 3, 4 പ്രാവശ്യം ചൂടാക്കിയാൽ പോലും അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ മറ്റ് പല ഭക്ഷ്യ എണ്ണകളും സിംഗിൾ യൂസ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്റ്റെബിലിറ്റി നഷ്ടം. അതിനകത്ത് കാര്യമായിട്ടുള്ളത് അപൂരിത കൊഴുപ്പുകളാണ്. ആ അപൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷ്യ എണ്ണകൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. വെളിച്ചെണ്ണയിൽ 90% പൂരിത കൊഴുപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനമൊന്നും വെളിച്ചെണ്ണയിൽ കാര്യമായിട്ട് വരാറില്ല. വെളിച്ചെണ്ണ പഴയ കാലത്ത് നമ്മൾ പൂർവികന്മാർ ഏത് കറി ഉണ്ടാക്കിയാലും അതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, അതുപോലെ തന്നെ വറവിടുന്നതും വെളിച്ചെണ്ണയിലാണ്. ഇപ്പം മറ്റ് പല എണ്ണ ഉപയോഗിച്ചിപ്പം കറികളൊക്കെ ഉണ്ടാക്കുന്ന പല സ്ഥാപനങ്ങളും അവസാനത്തെ വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഭൂരിപക്ഷം ഭക്ഷ്യ എണ്ണകളും റിഫൈൻഡ് ആണ്. അതിന് പ്രത്യേക മണവും രുചിയും ഗുണമൊന്നും ഉണ്ടാവില്ല. അതേസമയം വെളിച്ചെണ്ണയുടെ സ്മെല്ല് മലയാളികൾക്ക് എപ്പോഴും നമ്മളെ DNA ബൈ ബർത്തിലോ ഒക്കെ ആയിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്.